പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ല നമസ്കാരം. നമുക്കറിയാം, ഒരു നാട്ടിലെ ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങളോ അല്ലെങ്കിൽ സഹായങ്ങളോ ഇതൊക്കെ ചെയ്യണേ അതിൻ്റെ മുന്നിൽ എപ്പോഴും ഓട്ടോ ചേട്ടന്മാരുണ്ടാവും. ഇപ്പോൾ ഞാനീ നിൽക്കുന്നത് കണ്ട പഞ്ചായത്തിൻ്റെ മുന്നിൽ ഓട്ടോ ഓടിക്കുന്ന നമ്മുടെ കൊടകരയിലെ ഓട്ടോ ചേട്ടന്മാരാണ് നിൽക്കുന്നത് കണ്ട. ഇപ്പോൾ അത് പറയാൻ കാരണം എന്താ, ഇന്ന് ഈ കൊടകരയിലുണ്ടായ കെട്ടിട അപകടം ഇത് ഏറ്റവും ആദ്യം തന്നെ ഈ സംഭവം കാണുകയും അപ്പം തന്നെ പോലീസിനെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിനൊക്കെ അറിയിക്കുകയും ചെയ്ത് ഈ ഓട്ടോ ചേട്ടന്മാരാണ്. നിൽക്കുന്ന എൻ്റെ പറയുന്നത് ഈ ചേട്ടനാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിയിച്ചിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ കൊടകരയിലെ നല്ല മനസ്സുള്ള ഏത് കാര്യങ്ങളിലും ഏത് പ്രതിസന്ധി പറഞ്ഞ കാര്യങ്ങളിലും ഒക്കെ തന്നെ ആദ്യം ഇടപെടുന്ന ഈ ഓട്ടോ ചേട്ടന്മാരാണ്. ഇന്ന് കെട്ടിട അപകടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ പുറത്തേക്ക് വിടുന്നതും പോലീസിന് മറ്റു കാര്യങ്ങൾ അറിയിക്കുന്നത്. നമുക്ക് അവരോട് എന്താ സംഭവം നമുക്ക് ചോദിച്ചറിയാം. ഇവിടെ റെസ്റ്റ് എടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ശബ്ദം കേട്ട് ഞാൻ നോക്കുമ്പോൾ വലിയ ശബ്ദമായിരുന്നു. ഭയങ്കര പൊടിപടലം. ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ബായി എനിക്കറിയാവുന്ന ബിൽഡിംഗ് ആണത്. ബായി എന്ന് വിളിച്ചപ്പോൾ ആരും കാണാനില്ല. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ നിന്ന് 2 പേര് ബൈമാർ വന്നു. അപ്പോൾ അവർ പകച്ച് നിൽക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ച് ഇവിടെ വന്നപ്പോൾ വണ്ടി കൈയാട്ടി ഒന്നും നിർത്തിയില്ല. അപ്പോൾ പോലീസ് വിളിച്ചു. അവരൊന്നും സംസാരിക്കാൻ പറ്റില്ല. ചോദിച്ചു കൈയാട്ടി ആരും ഒന്നും നിർത്തിയില്ല. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് നമ്പർ ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പോലീസ് അവർ വന്നു. ആദ്യം ഫയർഫോഴ്സ് വന്നു. അത് കഴിഞ്ഞിട്ട് പോലീസ് വന്നു. ആരും കൈയ്യോടെ നിർത്തണ്ടായില്ല. നല്ല സർവീസായിരുന്നു. നല്ല സർവീസ്. ഈ 3 ബോഡി നമ്മൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ശാന്തിയിലേക്ക് കൊണ്ടുപോയി. രണ്ടാമത് കൊണ്ടുപോകുന്ന ആൾക്ക് ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. ഞാനൊക്കെ ഒരു ട്രൈ ചെയ്ത് കണ്ടതാണ്. ഞാനപ്പോൾ ട്രൈ ചെയ്തിട്ടായിരുന്നു 3 ആൾ. ഇതിലൊരു 17 പേരോളം ഈ ബിൽഡിങ്ങിൽ താമസിക്കുന്ന കാരണങ്ങൾ ഇവിടെ താമസിക്കുന്നതാണ്. സ്ഥിരമായിട്ട് ഞങ്ങൾ കാണുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ബിൽഡിംഗ് വീണുള്ള സംഭവം നമുക്ക് കറക്റ്റായിട്ടുള്ള ഇല്ല. നമ്മൾ രാവിലെ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് രാവിലെ 5 മണിക്ക് സ്റ്റാൻഡിൽ വരുന്നത് ഇവനാണ്. ഇവിടെ എന്ത് കാര്യമാണെങ്കിലും പെട്ടെന്ന് എല്ലാവരും അറിയിക്കലും കാര്യങ്ങളൊക്കെ ഇവനായിരുന്നു. പിന്നെയാണ് അറിയുന്നത് ഇപ്പോൾ ഈ മരിച്ച വിവരങ്ങളാണ്. ഇപ്പോൾ എപ്പോഴും ഈ കടകളിൽ ചായ കുടിക്കാനും നിരന്തരമായിട്ട് വണ്ടി വിളിച്ച് ഗ്യാസ് വാങ്ങിക്കാനും അങ്ങനെ ഡീസൽ വാങ്ങിയൊക്കെ പോകുന്ന ആൾക്കാരാണ്. എല്ലാവരായിട്ട് ഒരു കണക്ഷനുള്ള ആളുകളായിരുന്നു. അങ്ങനെ അലമ്പോ ബഹളങ്ങളൊന്നും ഇല്ലാത്ത പിള്ളേരായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമമുണ്ട്. പിന്നെ സംഭവിച്ചു പോയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് കെട്ടിടം കുറേ കാലം പഴക്കമുള്ള. ഇപ്പം ഞാൻ തന്നെ ഇവിടെ വണ്ടി ഓടിക്കാൻ 18 വർഷമായി. അതിൻ്റെ മുൻപ് ഈ ബിൽഡിംഗ് അവിടെ നിൽക്കുന്നത് 6 കാലമായ കാരണം കൊണ്ട് ആ മരണസംഖ്യ കുറഞ്ഞു. അതന്നെ വലിയൊരു ഭാഗ്യമായി. ഇനിയിപ്പോൾ രാത്രിക്കാണെങ്കിൽ അതിലുള്ള എല്ലാ ആൾക്കാരും മരിച്ചേനെ അറിയില്ലായിരുന്നു. പിന്നെ ആരും അറിയില്ല. പിന്നെ ഈ പറയുന്ന നമ്മുടെ സഹോദരൻ ഒരു 5-5:30 വരുന്ന സഹോദരനാണ്. പറയണില്ല, അന്യ സംസ്ഥാന തൊഴിലാളി എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു വ്യക്തികളല്ല. ഒരു ശബ്ദം പോലും പുറത്ത് കേൾക്കില്ല. അത്രയും ഡീസൻ്റ് ആയിട്ട് സൈലന്റ് ആയിട്ട് ജീവിക്കുന്നവർ. നല്ല സ്വഭാവം. പള്ളിയും കാര്യങ്ങളും ഒരു പരിപാടിയില്ല, ഒരു ലഹരിയില്ല, ഒന്നുമില്ല. അത്രയും നല്ല പിള്ളേരായിരുന്നു.